സന്യാസി ദീക്ഷ ഒരു ഗൃഹസ്ഥന് കൊടുത്താൽ ഉറപ്പാണ് എത്ര സാമ്പത്തികമുള്ള ഒരുത്തിനും അതോടുകൂടി അധോഗതിയായിട്ട് താഴേക്ക് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ശിവന് പോലും അബദ്ധം പറ്റിയായിട്ട് പറയുന്നുണ്ട്. ഭസ്മാസുരന് വരം കൊടുത്തു. അവസാനം ഭസ്മാസുരൻ എന്താ ചെയ്തത്? എന്ത് തൊട്ടാലും ഭസ്മമാണ്. ഉടനെ തന്നെ മഹാദേവനെ ഓടിച്ചിട്ടെന്ന് പറയുന്നത് പരീക്ഷിക്കാൻ വേണ്ടി. കുംഭമേളയിലോ എവിടെയെങ്കിലും പോവും, അവിടെ എന്തോ വലിയ കിട്ടാനുണ്ട്. ശരിയാണ്, തീർച്ചയായിട്ടും അതൊരു പുണ്യഭൂമിയാണ്. അവിടെ നടക്കുന്ന വളരെ സീക്രഡ് ആയിട്ടുള്ള ഒരുപാട് ശക്തിയുള്ള മഹാന്മാരായിട്ടുള്ള യോഗിവര്യന്മാർ വരുന്ന സ്ഥലമാണ്. അപ്പം ആ തകിട് ഇട്ടത് കൊണ്ടാണോ അവർക്ക് അത്രത്തോളം നെഗറ്റിവിറ്റി വന്നത്? അതെന്തുകൊണ്ടാണ്? തകിട് ഇട്ടുകൊണ്ട് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പക്ഷേ ഒരു ഹ്യൂമൻ സോളിന്റെ പ്രസൻസ് അറിയുന്നത് വേറെ ഒരു വിധത്തിലാണ്. ഒരിക്കലും നമ്മൾക്ക് പറയാനൊക്കില്ല. ഒരു സ്ഥലം, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഊർജ സ്വരൂപങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ ചാൻസ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിനോയ് ജോൺ ആണ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് പ്രേക്ഷകർ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു അവരുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഒട്ടനവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വിളിച്ചിരുന്നു. നല്ല രീതിയിൽ കൺസൾട്ടേഷനൊക്കെ വരുന്നുണ്ട്. ആളുകൾ വ്യത്യസ്തമായ അനുഭവമാണെന്നുള്ള ഒരു റിവ്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷകരമാണ്. ഒരുപാട് ആളുകൾ അതിലൂടെ നമ്മെ അറിയാനും അവരെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാനും, ഒട്ടനവധി ആളുകളെ ഹെൽപ്പ് ചെയ്യാനും പറ്റി എന്നുള്ളൊരു ചാരിതാർത്ഥ്യം തീർച്ചയായിട്ടും ഉണ്ട്. സാറിൻ്റെ ഈ കൺസൾട്ടേഷൻ വന്നതിനകത്ത് എന്തെങ്കിലും വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതായത് കഴിഞ്ഞ ദിവസം കാന്തല്ലൂർ സ്വാമിയുമായിട്ട് എടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, നമുക്ക് ചുറ്റും നടക്കുന്ന വിചിത്രമായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കണ്ടാൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് പലപ്പോഴും നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കേസുകളൊക്കെ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ചില കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം വ്യക്തികളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അറിയും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെക്ക് ഭാഗത്ത് നിന്ന് വന്ന ഒരു കുടുംബം, മകൻ, അമ്മ, മകള്, അവരുടെ മകളുടെ മകൾ, ഇത്രയും പേരാണ് വരുന്നത്. ഈ ഒരു വീട്ടിൽ ആഭിചാരം ചെയ്യപ്പെട്ടു എന്നവർക്ക് പൂർണ്ണമായ വിശ്വാസമാണ്. ഈ സ്ത്രീ പറയുന്നത് ഇവരുടെ ശരീരത്തിലേക്ക് പെരുവിരൽ വഴി എന്തോ ഇരച്ചു കയറുന്നു. പിന്നീട് അങ്ങോട്ട് ശ്വാസം മുട്ടുണ്ടാകുക, കൈകാലുകളിൽ മാന്തുന്ന പാടുണ്ടാവുന്നു താനെ. എന്നാൽ ഇവർ നഖം വെട്ടിയിട്ടുള്ള ദിവസം പോലും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നഖം പോറിയിട്ടുള്ള പോലുള്ള പാടുകളുണ്ടാവുക, ശരീരം ചുട്ടുപൊള്ളുന്ന അനുഭവം. വേറൊരു വ്യക്തി ഇതുപോലെ തന്നെ, ഒരു സ്ത്രീ തന്നെയാണ് അതും. അവർക്കും ഉണ്ടാകുന്നത് കട്ടിൽ കിടക്കുന്ന ആളെ എടുത്ത് ഷോക്കേറ്റ് വീഴുന്ന പോലെ നിലത്തേക്ക് വീഴുക, വീട്ടിൽ തീപ്പന്തം കാണുക. അത് ഒരാളല്ല, ആ വീട്ടിലെ അമ്മ, 2 ആൺമക്കൾ, ഭർത്താവ് അടക്കം റിട്ടയർഡ് ജവാനാണ്. 38 വർഷം രാജ്യത്തെ സേവിച്ച ഒരു ജവാനാണ്. എനിക്ക് വളരെയധികം ബഹുമാനം തോന്നി അദ്ദേഹത്തെ കണ്ടപ്പോൾ. പക്ഷെ അവരുടെ ജീവിതം വളരെ വളരെ ദുസ്സഹമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ അനുഭവം എന്ന് പറയുന്നത് കാൽപെരുമാറ്റം കേൾക്കുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹ്യൂമൻ പ്രസൻസോ അതല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പ്രസൻസ് അവർ അനുഭവപ്പെടുന്നു ആ വീട്ടിൽ. ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞ കേസ്, അവിടെ അദ്ദേഹം ധൈര്യവാനായിട്ടുള്ളൊരു ജവാനായതുകൊണ്ട് ഒരു മുട്ടമ്പടി എടുത്തിട്ട് ടെറസിന് മുകളിൽ കയറി നോക്കി. ഒറ്റനില വീടാണെന്നാണ് അവർ പറഞ്ഞത്. ഒരു വീടിൻ്റെ ഫോട്ടോ ഒക്കെ കാണുകയുണ്ടായി. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എല്ലാവരും അറിയുന്നുണ്ട്. വീട്ടിലെ 4 പേരും, 2 ആൺമക്കൾ, ഈ ഭർത്താവ്, ഭാര്യ, ഈ 4 പേരും അറിയുന്നുണ്ട്. പക്ഷെ മേലെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നത് മാത്രമാണ് ശരിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വീടിനടുത്തുള്ള അയൽവാസികൾ, കുറച്ച് സ്വാധീനമുള്ള ആളുകൾ, അവരുടെ ഒരു പെങ്ങള്, ആ പെങ്ങള് ഒരു അന്യജാതിയിലുള്ള ഒരു പുരുഷനുമായിട്ട് പ്രേമബന്ധത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ പെങ്ങള് മാരീഡായിരുന്നു. വിവാഹിതയായ സ്ത്രീയുമായിട്ടൊരു അവിഹിത ബന്ധമാണ് ആ ചെറുപ്പക്കാരനുണ്ടായതെന്ന് പറയപ്പെടുന്നു. അത് ശരി തന്നെയാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ഇവർക്കും അറിയാം, ഇവരാ നാട്ടുകാരാണ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീയെയും ആ ഒരു ചെറുപ്പക്കാരനെയും ഇവരെല്ലാവരും കൂടി ചേർന്ന്, അതിലൊരു പോലീസുകാരനടക്കം ഉണ്ടായിരുന്നാണ് പറയുന്നത്, അവർ ചേർന്നിട്ട് തല്ലിക്കൊന്ന് അവിടെയുള്ള ഒരു നമ്മൾ തോടെന്നൊക്കെ പറയില്ല, അതുപോലെയുള്ളൊരു ഭാഗത്ത് തള്ളിയെന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ഈ അവിഹിത ബന്ധത്തിന്റെ പേരിൽ ഇവരെ തല്ലിക്കൊന്നു തോട്ടിക്കൊണ്ടിട്ടു. പിന്നെ ഇവർക്ക് സ്വാധീനം ഉള്ളതുകൊണ്ട് അത് കേസൊന്നും ആയില്ല എന്നാണ് അവർ പറയുന്നത്. ഇവരിതിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ഇവർക്ക് ഇവരുടെ രൂപവും ഭാവവും എപ്പോഴാണോ ഈ പൊസഷൻ വരുന്നത് അപ്പോൾ തന്നെ കണ്ണുകൾ ചുവക്കുകയും ഈ സ്ത്രീയുടെ പോലെ മുഖം വട്ടത്തിലാകുകയും, അപ്പോൾ ഈ സ്ത്രീ ഇവർ കണ്ടിട്ടുണ്ട്, വട്ടമുഖമുള്ളൊരു സ്ത്രീയാണ്, ആകുകയും ശബ്ദം വേറൊരു രീതിയിലാകുന്ന അനുഭവമൊക്കെ ഭർത്താവ് എന്നോട് പറയുകയാണ്. അയാളൊരു പാവം മനുഷ്യനാണ്.
അദ്ദേഹം പറയുകയാണ്, ഇവൾ അങ്ങനെ ആകുന്ന സമയത്ത് എനിക്ക് പേടിയാണ് സാറേ, കൂടെ നിൽക്കാനോ നമുക്ക് ഹാൻഡിൽ ചെയ്യാനോ പറ്റാറില്ല. ഇത് ഇവരെ മാത്രമല്ല, ഇവരുടെ വീട്ടിൽ താമസിക്കുന്ന ഈ 4 പേരെയും മാത്രമല്ല, ഇപ്പോൾ മൂത്ത മകൻ മാരീഡാണ്, ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല, പക്ഷെ ആ കുട്ടിക്ക് പോലും ഈ അനുഭവങ്ങളുണ്ട് എന്നവർ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് പറയാനൊക്കില്ല. ഒരു സ്ഥലം, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഒരു സ്ഥലമാണ്, ആ സ്ഥലത്ത് നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഊർജ്ജ സ്വരൂപങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഉദാഹരണമാണ്. പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചത്? പിന്നീട് അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇതെങ്ങനെ ഇതിൽ നിന്ന് പരിഹാരം ഉണ്ടാകും എന്ന് ചോദിച്ച് പല സ്ഥലത്ത് അവർ ചെന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ ഇത് അനുഭവിക്കുക, നിങ്ങളുടെ കർമ്മഫലമാവാം എന്നൊക്കെ പറഞ്ഞയക്കുക. അങ്ങനെ പറഞ്ഞയച്ചു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞയച്ച് തിരിച്ചു വരുന്ന വഴി അവർ കാർ ഓടിക്കുന്നത് ഇളയ മകനാണെന്നാണ് പറഞ്ഞത് എൻ്റെ ഓർമ്മ. കാർ ഓടിച്ചത് വളരെ ഭ്രാന്തമായ നിലയിലായിരുന്നു. അവരിടിച്ചില്ല എന്ന് മാത്രം, വീട്ടിലെത്തി കുഴപ്പമൊന്നും കൂടാതെ എന്ന് പറയുകയാണ്. ഈ കുട്ടി തന്നെ 12ാമത്തെ വയസ്സിൽ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ വർഷങ്ങളായി അവരോട് താമസിക്കുന്നു, മക്കളിപ്പോൾ പ്രായമായി, ഇളയാൾ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, മൂത്തവൻ ഇവരുടെ കൂടെ ഉണ്ട്, മാരീഡാണ്. ഈ മാരീഡായി വന്ന പെൺകുട്ടിക്കും ഈ അനുഭവങ്ങളുണ്ട്, പക്ഷെ അവർ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഞാൻ ഇവരുടെ സ്ഥലമൊന്നും വെളിപ്പെടുത്തുന്നില്ല, ഒരു പക്ഷേ ആ പെൺകുട്ടി കേട്ടാൽ പോലും മനസ്സിലാവും ചിലപ്പോൾ ഇത് പറയുന്നത് അവരുടെ വീടിനെ കുറിച്ചാണോ എന്ന് സംശയം തോന്നാം. അതുകൊണ്ടാണ് അവരത് അറിയിച്ചിട്ടില്ല മരുമകളെ. പക്ഷെ അവർ ആ മരുമകളും, അപ്പം നമ്മൾ പലപ്പോഴും പറയും ഈ വിശ്വാസമുള്ളവർക്ക് മാത്രമാണോ അനുഭവം ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് എനിക്ക് അവിടെ കിട്ടിയത്. ഈ മരുമകൾ വന്നിട്ട് 5-6 മാസമേ ആയിട്ടുള്ളൂ, അതിനുള്ളിലും അവർക്ക് ഈ അനുഭവങ്ങളുണ്ട്. അവർ ചോദിച്ചു, അപ്പോൾ അതൊന്നും കുഴപ്പമില്ല മോളെ, എന്തോ നിൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്ത്. ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരുടെ തന്നെ ജ്യേഷ്ഠ സഹോദരൻ, ഈ മനുഷ്യൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നുള്ള തെളിവ് അവർക്ക് കിട്ടി. ഒരു മാവ് വെച്ചത് പൂർണ്ണമായിട്ട് വളരുന്നില്ല, എന്നാൽ പിന്നെ അതങ്ങ് നട്ട മാവാണ്, എന്നാൽ ഒരു ഫലമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് അതങ്ങ് പറിച്ച് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചും കുഴി മാന്തി എടുത്ത് അങ്ങ് വേരോട് കൂടി എടുത്ത് കളയാൻ പോകുമ്പോൾ അവർക്ക് കിട്ടിയത് ഇതുപോലെ തകിടുകളും പൂജിച്ചിട്ട തകിടുകളും കാര്യങ്ങളുമാണ്. അപ്പോൾ അവർക്ക് ബോധ്യമായി. അവർ പ്രത്യേക പേര് പറഞ്ഞു, അതൊരു ഞാൻ ഓർക്കുന്നില്ല, എന്തോ ആ ഒരു രീതിയിലുള്ള ഒരു സത്വത്തെ വെച്ചിട്ടാണ് ഇവർക്കിട്ട് ഇത്തരം ആഭിചാരങ്ങൾ ചെയ്തതെന്നാണ് അവർ പറഞ്ഞതെന്ന് പറയുന്നത്. അത് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ തിരിച്ചു ചെന്നത് ആ എനർജി തിരിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ അതിൽ നിന്ന് മോചനമുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊരു അനുഭവമാണ്. വേറൊരു അനുഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ജോർജിയയിൽ താമസിക്കുന്ന ഒരു മലയാളി എന്ന് വിചാരിക്കുക, ഏകദേശം 10-30 വയസ്സിനടുത്തുള്ള. ഒരു സംശയം ചോദിച്ചേ, അപ്പം ആ തകിട് ഇട്ടത് കൊണ്ടാണോ അവർക്ക് അത്രത്തോളം നെഗറ്റിവിറ്റി വന്നത്? അതെന്തുകൊണ്ടാണ്? തകിടിട്ടുകൊണ്ട് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, പക്ഷേ ഒരു ഹ്യൂമൻ സോളിന്റെ പ്രസൻസ് അറിയുന്നത് വേറെ ഒരു വിധത്തിലാണ്. മാത്രമല്ല അവിടെ അടുത്ത് വേറെ അമ്പലങ്ങളും കാര്യങ്ങളും. അതായത് ഈ തല്ലിക്കൊന്ന ഇവരുടെ പ്രസൻസ് ഉണ്ടായത് കൊണ്ടാണ് ഇവർക്ക് ഇത്രത്തോളം നെഗറ്റിവിറ്റി വരുന്നത്. അതുകൊണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ മനസ്സിലാക്കിയത്, ഓൾറെഡി ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അതിന് പുറമെ ഇവരുടെ തന്നെ ഒരു ബന്ധു അവർക്കെതിരെ ആഭിചാരം ചെയ്തതോടുകൂടി അതും ഇതും കൂടി രണ്ടും കൂടി ചേർന്നിട്ട് അധികരിച്ചിട്ടാണ് ഇപ്പോൾ അനുഭവങ്ങൾ അവർ അനുഭവിക്കുന്നത്. അവർക്ക് ശാരീരിക പീഡകളാണ് കൂടുതൽ അവർ അനുഭവിക്കുന്നത്. അപ്പോൾ ശാരീരികമായിട്ട് നമ്മൾ തളരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് തളരുമല്ലോ. അപ്പോൾ ഒരു ഫാമിലിയെ മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്തിട്ടാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ആഭിചാരം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയല്ല പലപ്പോഴും ചെയ്യാറുള്ളത്. കോട്ടയത്തുള്ള ഒരു വ്യക്തി വന്നപ്പോൾ 40 തവണ അവരുടെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്തു എന്നവർ പറഞ്ഞു. ആ കുഴിച്ചെടുത്തപ്പോൾ ഞാൻ അവരോട് ഫോട്ടോ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് അവർ 3 അതിരിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ പെൻഡുലം വെച്ച് നോക്കും, പടം കിട്ടിയാൽ മതി, നമുക്കൊരു പിക്ചറോ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അപ്പം തന്നെ നമ്മൾ ആ വീഡിയോയുടെ കൂടെ ഒരുമിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ ആ വീഡിയോ മൊബൈലിൽ പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പെൻഡുലം പിടിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നെഗറ്റീവ് എനർജി ഉള്ളത് അത് അവിടെ വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിയാൻ തുടങ്ങും. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പല കേസുകളായി ഈ അടുത്തിടയ്ക്ക് ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുമോ? സെൻസ് ചെയ്യാൻ പറ്റും. അതെ, സെൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതൊരു സൈക്കിക് എബിലിറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേസിൽ വേറൊരു കേസിൽ സംഭവിച്ചത്, അവരുടെ വീടിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. അത് കുഴിച്ചിട്ട ആളും തെളിഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് വരെ അവർക്ക് ബോധ്യമായി. പക്ഷേ 2013 ചെയ്തേക്കുന്നത് 2024 സെപ്റ്റംബറിലാണ് കുഴിച്ചെടുത്തത്. ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിച്ച് കുഴിച്ചെടുത്തു. അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്ന് ഇവർ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരുടെ മക്കൾക്കാണ് പ്രശ്നം. അച്ഛനും അമ്മയ്ക്കും അല്ല ഇവിടെ പ്രശ്നം, മക്കൾക്കാണ്. മകന് പഠിക്കാൻ പറ്റുന്നില്ല, മൈൻഡ് ഹാക്ക് ചെയ്ത പോലെ അനാവശ്യമായ ചിന്തകൾ, പ്രശ്നങ്ങളാണ്. ഒരു മാനസിക രോഗം എന്നുള്ള നിലയ്ക്കൊക്കെ പക്ഷേ ഇത് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല, വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ്.
ഇപ്പം അവനൊരു വിശ്വാസം ഈ മാനസികമായ മരുന്നുകൾ, അസുഖത്തിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നതെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ ഇവരുടെ വീഡിയോ അയച്ചു തരാൻ പറഞ്ഞു. വീഡിയോ അയച്ചു തന്ന് വീഡിയോ ഇരുന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മെലിഞ്ഞൊരു സ്ത്രീ വന്നിട്ട് കുനിഞ്ഞു നിന്ന് ഇത് കുഴിച്ചിടുന്ന രംഗം തെളിഞ്ഞു വന്നു. അവരുടെ രൂപം പറഞ്ഞപ്പോൾ ആളെ പിടികിട്ടി. അപ്പോൾ അവരുടെ അയൽവക്കത്ത് തന്നെയുള്ള അവരുടെ ഒരു അടുത്ത സുഹൃത്ത് തന്നെയാണ് അവിടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീയെ വെച്ചിട്ടാണ് അവരത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നടന്നത്. 2013 ഇവർ വീട് പണിത് കഴിഞ്ഞ സമയത്താണ് ഇത് സംഭവിച്ചത്. എടുക്കുന്നത് എപ്പോഴാണ്? 2024 സെപ്റ്റംബറിലാണ്. എൻ്റെ അടുത്ത് വരുന്നത് ഈ മാസമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആഭിചാരം ചെയ്യുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടോ വീട്ടിലെ ആളുകൾ എല്ലാവരെയും ടാർഗറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ കോട്ടയത്തു നിന്നൊരു കേസ് ഞാൻ കണ്ടത്, അവിടെ ഇനിയും കുഴിച്ചിട്ടിട്ടോ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. 2 ആഴ്ച മുമ്പ് എനിക്ക് ഫോട്ടോ അടക്കം അയച്ചു തന്നു. സാറേ, ബാക്ക് യാർഡിൽ നിന്ന് കിട്ടി. ഇതെങ്ങനെ ഞാൻ സെൻസ് ചെയ്തു എന്ന് വെച്ചാൽ ഒരു സൈക്കിക് എബിലിറ്റിയാണ്. അപ്പം നമുക്കിത് ഒരു വീട്, അതിൻ്റെ പരിസരം, ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് എവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. ചിലത് നമ്മൾ പെൻഡുലം പോലും പിടിക്കാതെ നമുക്ക് ബോധ്യപ്പെടും. ചിലത് പെൻഡുലം വെച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടുള്ളൂ. കാരണം ഈ ആരൂഢം വെച്ച് മറച്ചതെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ട്. അത് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ മറയ്ക്കപ്പെട്ട രീതിയിലാണ് അഭിചാരം ചെയ്യുക. പക്ഷേ ഇതിൻ്റെ പൂട്ട് പൊളിക്കാൻ നമുക്ക് ഡീകോഡ് ചെയ്യാനുള്ള മാർഗമുണ്ട്. സൈക്കിക് എബിലിറ്റി അത്ര ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതുവരെ കണ്ടുപിടിക്കാത്തത് കണ്ടുപിടിക്കപ്പെടും. ഞാൻ അവരോട് പറഞ്ഞു ഇനിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കോട്ടയത്തുള്ള വീട്ടിലത് ഇനിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാർ, എനിക്ക് കിട്ടാൻ വഴിയില്ല, 40 തവണ പലത് ചെയ്തു കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൽ കുരിശ് വരെ ഉണ്ട്. 4ഓളം കുരിശ്, വെന്തിങ്ങ, നാണയം, വീട്ടിലെ മൃഗങ്ങളെ നശിപ്പിക്കാൻ മൃഗത്തിൻ്റെ ആകൃതിയിലുള്ള തകിട് വെച്ചിട്ട് അച്ഛൻ്റെ, അമ്മയുടെ, മകൻ്റെ മകൾക്ക് വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആലോചിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും ചെയ്യുന്നത് അടുത്ത ബന്ധുക്കളാണ്, അതല്ലെങ്കിൽ അയൽവാസികൾ, അല്ലെങ്കിൽ അസൂയയോ ദേഷ്യമോ ഉള്ള ആളുകൾ ആണിത് ചെയ്യപ്പെടുന്നത്. അവരാണിത് ചെയ്യുന്നത്, അത് ഉറപ്പാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ രാഹുലിന് ഒരു സംശയമുണ്ട്, തനിക്കെതിരെ ആഭിചാരം ചെയ്യപ്പെട്ടു. 4 പേരെ സംശയമുണ്ടെന്ന് വിചാരിക്കുക. ആ 4 പേരുടെ പേര് എഴുതിയിട്ട് നമ്മളൊരു ഗോളാകൃതിയിൽ വരച്ചിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ രമേഷ്, സന്തോഷ്, സദാശിവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാധ എന്നൊക്കെ ഉള്ളൊരു പേര് എഴുതി വെച്ചു എന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്തത് ആരാണെന്നുള്ള ചോദ്യം പെൻഡുലം കൃത്യമായിട്ട് അതിലേക്ക് കാണിച്ചു തരും, ഇന്നയാളാണ് ചെയ്തിട്ടെന്നുള്ളത്. കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ആരാ ചെയ്തതെന്ന്. ചില കേസുകളിൽ ഞാൻ പറയാറില്ല, കാരണം അടുത്ത ബന്ധുക്കളൊക്കെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത ബന്ധുവാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം തൊട്ടടുത്ത് താമസിക്കുന്ന ജ്യേഷ്ഠനായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഇളയമ്മയുടെ മകൻ, അമ്മാവൻ്റെ മകൻ, അമ്മാവൻ്റെ മകൾ ഒക്കെ തന്നെ. അങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും വരുന്നത്. ബന്ധുക്കളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ അടുത്ത സുഹൃത്തുക്കളും മിത്രങ്ങളായിരുന്നവർ ശത്രുക്കളായവർ, ഇത്തരം കേസുകളാണ് കൂടുതലും വരുന്നത്. പിന്നെ അയൽവാസികൾ. കേരളത്തിൽ ഇത്തരത്തിലുള്ള ആഭിചാര ക്രിയകളുടെ എണ്ണം കൂടി വരികയാണ്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ രാഹുൽ? സാർ ഇത് പറഞ്ഞപ്പോൾ പലരും സാറിനെ പൊങ്കാലയിട്ടു മീഡിയയിൽ. പക്ഷേ ഞങ്ങൾക്കിത് അനുഭവം ഉള്ളതുകൊണ്ട് സാറേ, ഞങ്ങൾക്കറിയാം. അനുഭവമാണ് ഗുരു. അതാണല്ലോ ഒരു ആപ്തവാക്യം പറയുന്നത്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അനുഭവമാണ് ഗുരു. ഇത് ഞാൻ പലരെ കണ്ടുപിടിക്കുന്ന സമയത്ത് എനിക്കും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്, ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. രക്ഷസിനെ വെച്ച്, യക്ഷിയെ വെച്ച് ചെയ്യുന്നതുകൊണ്ട്, നാഗത്തെ വെച്ച് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ ആ കോട്ടയത്തിലെ വീട്ടിൽ നാഗത്തിൻ്റെ രൂപവും കിട്ടി. മനുഷ്യരൂപങ്ങൾ മാത്രമല്ല, അവിടുത്തെ വളർത്തുമൃഗങ്ങൾ പോലും ചത്തു വീണ് മരിക്കണം എന്നുള്ള രീതിയിൽ. അവരോട് ഞാൻ ചോദിച്ചു, ഈ നാഗത്തിൻ്റെ രൂപം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, പാമ്പിൻ്റെ പുത്രം ഉണ്ടായിരുന്നു? അവർ പറയാണ് വെറുതെ കയറി വരുമായിരുന്നു പാമ്പുകൾ. അവരുടെ വീടിൻ്റെ ബാക്കിൽ ഒരു പാടമാണ്, പാമ്പുകളുണ്ടാവാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വലിയ കാവൊന്നും അവിടെ അടുത്തില്ല. പക്ഷേ ഈ ക്ഷുദ്രം ചെയ്യുന്ന സമയത്ത് പാമ്പുകൾക്ക് അവിടെ അധിവസിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് അവർ ഫിൽത്തി റിച്ചാണ്. വർഷങ്ങളായിട്ട് ഇവർക്ക് നല്ല ഉയർച്ചയുള്ളതുകൊണ്ട് അതിൽ അസൂയ തോന്നിയ ബന്ധുക്കൾ തന്നെയാണ്. ആരാന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ചിലപ്പോൾ ചിലർക്ക്. അവരുടെ ബന്ധുക്കൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളൂ. അടുത്ത ബന്ധുക്കൾ, അകലമൊന്നുമല്ല. അവിടുത്തെ ചിലതിൽ ജ്യേഷ്ഠൻ അനിയനിട്ട് ചെയ്തത്, അനിയൻ ജ്യേഷ്ഠനിട്ട് അഭിചാരം ചെയ്തത്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കും, ദൈവമേ, മനുഷ്യനാണോ ഇത് ചെയ്യുന്നത്? നമുക്ക് സംശയം തോന്നും. ഇപ്പോൾ കാന്തല്ലൂർ സ്വാമിയൊക്കെ പറഞ്ഞു, അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്. ഒരാത്മാവിൻ്റെ പ്രസൻസ് ഉള്ളത്, നല്ല സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാൾക്ക് അതറിയാൻ പറ്റും. കാരണം അവരുടെ ഒരു ഫ്രീക്വൻസി ഓഫ് തോട്ട്സ്, ഫ്രീക്വൻസി ഓഫ്
ഡിമെൻഷൻ, ട്രാവൽ ചെയ്യുന്ന ഡിമെൻഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ അനുഭവം അതാണ്. ജന്മസിദ്ധിയാണ് കേട്ടോ, അല്ലാതെ ഞാൻ തപസ് ചെയ്ത് ഉണ്ടാക്കിയാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ജന്മസിദ്ധിയാണ്. പിന്നീട് സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയും ക്രിയായോഗയൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് വളരെയധികം ഇപ്പോൾ നമ്മൾക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ക്രിയായോഗ, സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗയാണ് എൻ്റെ ബേസ് എന്ന് പറയുന്നത്, വേദാതിരി മഹർഷിയുടെ. പിന്നീട് ക്രിയായോഗ ദീക്ഷ എടുത്തതിന് ശേഷം ഈ ആജ്ഞാശക്തി ഭയങ്കരമായിട്ട്, അതിനകത്ത് ശാംഭവി മുദ്ര ദീക്ഷയുണ്ട്, പവർഫുൾ ദീക്ഷയാണ്. അതായത് സഹസ്രാരത്തിലും അതുപോലെ തന്നെ ആജ്ഞയിലും അതുപോലെ തന്നെ ഹൃദയത്തിലുമാണ് ദീക്ഷ തരുന്നത്. മന്ത്രദീക്ഷയുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ചില ചര്യകളെല്ലാം അതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. മൗനി ബാബയിൽ നിന്നാണ് അത് 2018 എനിക്കത് കിട്ടാനായിട്ട് യോഗം ഉണ്ടായത്. അങ്ങ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഞാൻ പഠിപ്പിക്കുന്നത്, ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്തുന്ന ഒരാളാണോ എന്ന് അസസ് ചെയ്യും. ഇതിന് യോഗ്യനാണോ എന്ന് അസസ് ചെയ്യണം. പണ്ടൊക്കെ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, ഇവൻ അത് നല്ല ചര്യകളിൽ പ്രവർത്തിക്കുന്നവനാണോ, ഇവൻ്റെ കർമ്മങ്ങൾ ശരിയാണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ശിവന് പോലും അബദ്ധം പറ്റിയായിട്ട് പറയുന്നുണ്ട്. ഭസ്മാസുരന് വരം കൊടുത്തു. അവസാനം ഭസ്മാസുരൻ എന്താ ചെയ്തത്? എന്ത് തൊട്ടാലും ഭസ്മമാണോ? ഉടനെ മഹാദേവനെ ഓടിച്ചിട്ടെന്ന് പറയുന്നത് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരിക്കലും തേടൈ ദീക്ഷയോ അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള പ്രധാനപ്പെട്ട ദീക്ഷകളോ കൊടുക്കാൻ പാടില്ല. പിന്നെ ദീക്ഷകൾ തന്നെ ഗൃഹസ്ഥനായിട്ടുള്ളവർക്ക് ഗൃഹസ്ഥനായിട്ടുള്ള ദീക്ഷയാണ് കൊടുക്കേണ്ടത്. ഗൃഹസ്ഥർക്കുള്ള ദീക്ഷയുണ്ട്. സന്യാസി ദീക്ഷ ഒരു ഗൃഹസ്ഥന് കൊടുത്താൽ ഉറപ്പാണ് എത്ര സാമ്പത്തികമുള്ള ഒരുത്തിനും അതോടുകൂടി അധോഗതിയായിട്ട് താഴേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ഒരു വിനോദത്തിന് എവിടെയെങ്കിലും പോവും, കുംഭമേളയിലോ എവിടെയെങ്കിലും പോവും, അവിടെ എന്തോ വലിയ കിട്ടാനുണ്ട്. ശരിയാണ്, തീർച്ചയായിട്ടും അതൊരു പുണ്യഭൂമിയാണ്. അവിടെ നടക്കുന്ന വളരെ സീക്രഡ് ആയിട്ടുള്ള ഒരുപാട് ശക്തിയുള്ള മഹാന്മാരായിട്ടുള്ള യോഗിവര്യന്മാർ വരുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ ചെന്നിട്ട് വെറുതെ ദീക്ഷ എടുത്തിട്ടങ്ങ് പോരും. അതിൻ്റെ ചര്യകളൊന്നും കൃത്യമായിട്ട് നോക്കി ഒന്നും ചെയ്യുകയില്ല. പക്ഷെ കൊടുക്കുന്നത് സന്യാസി ദീക്ഷയാണെങ്കിൽ സന്യാസി ആവാനായിട്ട് തന്നെ വിധി വരും.